ഹായ് ആൾ, BA ഇക്കണോമിക്സ് കോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ ഇക്കണോമിക് അനാലിസിസ്. ഇതിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതിലെ ഒരു ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്: വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, what are the uses of index numbers, and why index number is called an economic barometer. ഇത്രയും ചോദ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ആൻ ഇൻഡെക്സ് നമ്പർ? ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഇൻ കമ്പാരിസൺ ടു ദെയർ ലെവൽ ഓൺ സം പ്രീവിയസ് പീരീഡ്. ഇതാണ് ജനറലായിട്ട് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിന് കൊടുക്കുന്ന ഡെഫിനിഷൻ. അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മെഷറിംഗ് ചേഞ്ചസ്, വ്യത്യാസം അളക്കുന്നതിന് വേണ്ടി. ഏതിലുള്ള വ്യത്യാസം? മാഗ്നിറ്റ്യൂഡ്, ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ. അതെങ്ങനെ? ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, അതായത് ഒരു വർഷത്തിൽ നിന്നും വേറൊരു വർഷത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൽ നിന്നും വേറെ സ്ഥലത്തേക്കോ കൂടെ ആവാം. അങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസത്തെ അളക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ്റെ കൊട്ടേഷൻ കൂടെ ആഡ് ചെയ്യാം. ഹൊറേസ് സേക്രിസ്റ്റ് എന്താണ് ഇൻഡെക്സ് നമ്പറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എ സീരീസ് ഓഫ് നമ്പേഴ്സ് ബൈ വിച്ച് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിനോമിനൻ ആർ മെഷേർഡ് ഫ്രം ടൈം ടു ടൈം ഓർ ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് ഹൊറേസ് സേക്രിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഇൻഡെക്സ് നമ്പേഴ്സ് സീരീസ് ഓഫ് നമ്പേഴ്സാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ബൈ വിച്ച് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിനോമിനൻ, ഒരു പ്രതിഭാസത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെ ആർ മെഷേർഡ് ഫ്രം ടൈം ടു ടൈം, ഒരു സമയത്തിൽ നിന്നും വേറെ സമയത്തിലേക്ക് അളക്കുന്നു. ഓർ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തിലേക്ക് നമുക്ക് കമ്പയർ ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ദ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്? ഇൻഡെക്സ് നമ്പറിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ഈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജസ്. ഇൻഡെക്സ് നമ്പർ ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. എന്തുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പർ ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് എന്ന് പറയുന്നത്? ബിക്കോസ് വി ആർ മെഷറിംഗ് ദ വേരിയബിൾസ് വിച്ച് ആർ മെഷേർഡ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. പല യൂണിറ്റിൽ അളക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു വേരിയബിൾ കൂടുമ്പോൾ വേറൊരു വേരിയബിൾ കുറയും. ആവറേജ് ചേഞ്ചസ് ആണ് നമ്മൾ അളക്കുന്നത്. സാധാരണ ആവറേജസിലെ എല്ലാ യൂണിറ്റ്സും ഒരുപോലെ ആയിരിക്കും, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വ്യത്യസ്തമായ യൂണിറ്റുകളായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യലൈസ്ഡ് ആവറേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജസ്. ഇൻഡെക്സ് നമ്പറുകൾ എക്സ്പ്രസ് ചെയ്യുന്നത് പേഴ്സൻറ്റേജിലാണ്. ബട്ട് പേഴ്സൻറ്റേജ് സൈൻ ഈസ് നോട്ട് യൂസ്ഡ്. നമ്മൾ പേഴ്സൻറ്റേജ് സൈന് യൂസ് ചെയ്യാറില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സവിശേഷതയാണെന്ത്? ഇൻഡെക്സ് നമ്പർ മെഷർ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് എ ഫിനോമിനൺ ഇൻ സിംഗിൾ ഫിഗർ. ഒരു സംഖ്യയിലാണ് ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെ ഇൻഡെക്സ് നമ്പർ അളക്കുന്നത്. ദ ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡെക്സ് നമ്പർ ഈസ് ഇറ്റ് മെഷർ ചേഞ്ചസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡയറക്റ്റ് മെഷർമെൻറ്റ്. നേരിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ മെഷർ ചെയ്യാനാണ് നമുക്ക് ഇൻഡെക്സ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇൻഡെക്സ് നമ്പേഴ്സ് ആർ മെൻറ്റ് ഫോർ കമ്പാരിസൺ. താരതമ്യ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡെക്സ് നമ്പർ. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഈസ് ഇൻഡെക്സ് നമ്പർ മെഷർ ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഫ്രം വൺ ടൈം ടു അനദർ ഓർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇൻഡെക്സ് നമ്പർ മെഷർ ചെയ്യുന്നത് ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ആണ്. അത് ഒരു സമയത്തു നിന്നും വേറൊരു സമയത്തേക്കാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്കാവാം. ഓക്കെ, സോ ദർ ആർ 6 ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ലെറ്റ് us see what are the uses. First use of index number is it measure and compare changes. ഇൻഡെക്സ് നമ്പർ ചേഞ്ചസ് താരതമ്യം ചെയ്യുകയും അളക്കുകയും ചെയ്യുന്നു.
ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഫ്രം ടൈം ടു ടൈം ഓർ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ആ ഡെഫിനേഷനിലേ അത് പറയുന്നുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു സമയത്തിൽ നിന്നും വേറൊരു സമയത്തേക്കോ ഉണ്ടാകുന്ന മാറ്റം അളക്കാൻ നമുക്കത് ഉപകരിക്കുന്നു. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് വൺ ഈസ് ഇറ്റ് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ടു പോളിസി. ഏതെങ്കിലും സർക്കാരിൻ്റെ നയങ്ങൾക്ക് ഒരു മാർഗരേഖ എന്ന രീതിയിൽ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നു. ഇക്കണോമിക് ആൻഡ് ബിസിനസ് പോളിസീസ് ആർ ഗൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പേഴ്സ്. സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ് നയങ്ങളിലുമെല്ലാം ഈ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നയങ്ങൾ രൂപീകരിക്കുന്നത്. തേർഡ് ഇമ്പോർട്ടൻ്റ് യൂസ് ഈസ് ടു സ്റ്റഡി ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്. അതായത് പ്രവണതകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഹെൽപ്പ് us ടു സ്റ്റഡി ദ ജനറൽ ട്രെൻഡ് ഓഫ് എ ഫിനോമിന. ഒരു പ്രതിഭാസത്തിൻ്റെ സാമാന്യമായ പ്രവണത എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി പഠിക്കാൻ ഇൻഡെക്സ് നമ്പർ ഉപകരിക്കുന്നു. ഫോർത്ത് ഇമ്പോർട്ടൻ്റ് യൂസ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡീഫ്ലേറ്റിംഗ്. ഡീഫ്ലേറ്റിംഗ് എന്ന പദം സാധാരണ 2 മാർക്കിന് ചോദ്യം വരാറുണ്ട്. ഡീഫ്ലേറ്റിംഗ് പറഞ്ഞാൽ എന്താണ്? ഡീഫ്ലേറ്റിംഗ് മീൻസ് അറൈവിങ് അറ്റ് റിയൽ വാല്യൂ ഫ്രം ദ നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂവിൽ നിന്നും റിയൽ വാല്യൂവിലേക്ക് വരുന്ന പ്രക്രിയയാണ് നമ്മൾ ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ ദാറ്റ് പ്രോസസ് വി ആർ യൂസിങ് ഇൻഡെക്സ് നമ്പേഴ്സ്. So we can say index numbers are very useful to arrive at real value from the nominal value. Thus we can say that there are 4 important uses of index numbers. ഏതൊക്കെയാണ്? To measure and compare changes, to provide guidelines to policy, to study trends and tendencies, and last one, it is useful for deflating. Now let us go to the last topic of this video. Why index number are called economic barometers? എന്തുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സിനെ ഇക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം, ബാരോമീറ്റർ പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ്. എ ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതേപോലെ തന്നെ സിമിലർലി ഇൻഡെക്സ് നമ്പർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന വ്യത്യാസത്തെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡെക്സ് നമ്പർ. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ഇൻഡെക്സ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇതെല്ലാം ആ മേഖലകളിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ അളക്കുന്നു. സിമിലർലി ഇൻഡെക്സ് ഓഫ് എക്സ്പോർട്ട്, ഇൻഡെക്സ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് inflationary and deflationary tendencies. All these economic phenomena can be measured with the help of index number. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പറിനെ ഒരു ഇക്കണോമിക് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് എ കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് ഇക്കണോമിക് ചേഞ്ചസ് ഇൻ ദ കൺട്രി. ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ സാമ്പത്തിക വ്യത്യാസങ്ങളെയും നമുക്ക് ഇൻഡെക്സ് നമ്പർ വെച്ച് അളക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പറിനെ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കാൾഡ് ഇക്കണോമിക് ബാരോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് 4 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ആൻ ഇൻഡെക്സ് നമ്പർ? സെക്കൻഡ് വൺ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ? തേർഡ് വൺ, വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ? ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ കോൾഡ് ഇക്കണോമിക് ബാരോമീറ്റേഴ്സ്. ഇനി ഇൻഡെക്സ് നമ്പറിലെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.